ദൈവ സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടുകയും പിശാചിൻ്റെ ശല്യത്താൽ ബുദ്ധിമുട്ടുകയും രോഗബാധകൾ മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കും എല്ലാം വളരെ ആശ്വാസം ഏകുന്ന ഒരു സുവിശേഷ ഭാഗം ജീസസ് സേവിയർ എന്ന ഈ ചാനലിലൂടെ നമുക്കൊന്ന് പങ്കുവെക്കാം. ദൈവസ്നേഹം നിറഞ്ഞവരെ, ഈ ചാനൽ നിങ്ങൾ ദൈവനാമത്തിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ദൈവവചനം കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഒപ്പം പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചിടുക. എല്ലാവർക്കും ഈ പുതിയൊരു വീഡിയോയിലേക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ പ്രധാനമായിട്ടും പങ്കുവെക്കുന്നൊരു സുവിശേഷ ഭാഗം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ദൈവനാമത്തിൽ ശ്രവിക്കാം. അവർ ശിഷ്യന്മാരുടെ അടുത്ത് എത്തിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം അവരുടെ ചുറ്റും കൂടിയിരിക്കുന്നതും നിയമജ്ഞർ അവരോട് തർക്കിച്ചു കൊണ്ടിരിക്കുന്നതും കണ്ടു. അവനെ കണ്ട ഉടനെ ജനക്കൂട്ടം മുഴുവൻ വിസ്മയഭരിതരായി ഓടിക്കൂടി അവനെ അഭിവാദനം ചെയ്തു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അവരുമായി തർക്കിക്കുന്നത്? ജനക്കൂട്ടത്തിൽ ഒരാൾ മറുപടി പറഞ്ഞു, ഗുരു, ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മൂകനായ ഒരു ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു. അത് എവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ല് കടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ച് പോകുകയും ചെയ്യുന്നു. അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു, അവർക്ക് കഴിഞ്ഞില്ല. അവൻ അവരോട് പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്ത തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരൂ. അവർ അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് കുട്ടിയെ തള്ളിയിട്ടു. അവൻ നിലത്ത് വീണ് ഉരുളുകയും അവൻ്റെ വായിലൂടെ നുരയും പതയും പുറപ്പെടുകയും ചെയ്തു. യേശു അവൻ്റെ പിതാവിനോട് ചോദിച്ചു, ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി? അവൻ പറഞ്ഞു, ശൈശവം മുതൽ. പലപ്പോഴും അത് അവനെ നശിപ്പിക്കാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ജനങ്ങൾ ഓടിക്കൂടുന്നത് കണ്ട് യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചു. മൂകനും ബധിരനുമായ ആത്മാവെ, നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്ന് പുറത്തു പോകുക. ഇനിയൊരിക്കലും അവനിൽ പ്രവേശിക്കരുത്. അപ്പോൾ അവനെ ശക്തിയായി നിലത്ത് തള്ളിയിടുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തുകൊണ്ട് അത് പുറത്തുപോയി. ബാലൻ മരിച്ചവനെ പോലെയായി. അവൻ മരിച്ചുപോയി എന്ന് പലരും പറഞ്ഞു. യേശു അവനെ കൈക്ക് പിടിച്ച് ഉയർത്തി അവനെ എഴുന്നേറ്റിരുന്നു. യേശു വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? അവൻ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നും കൊണ്ട് ഈ വർഗം പുറത്തു പോകുകയില്ല. ദൈവത്തിൻ്റെ വചനമാണ് നാം കേട്ടത്. നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ കഷ്ടങ്ങൾ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് മാറാനായിട്ട് ശ്രമിക്കുക. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും നിങ്ങളെ വിട്ടൊഴിഞ്ഞ് നിങ്ങൾ വളരെ വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും വരെ എല്ലാവർക്കും ദൈവത്തിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു.